പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കിത്തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുന്ന ദൈവം, ഇല്ലെങ്കിൽ അചേതനത്തെ സചേതനമാക്കുവാൻ കഴിവുള്ള ദൈവം. അചേതനത്തെ സചേതനമാക്കുവാൻ കഴിവുള്ള ആ ദൈവം, യേശുക്രിസ്തുവിൻ്റെ ശക്തി, അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് നാല് ചില ചിന്തകൾ തന്നു പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഒരിക്കൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. അവിടെ പറയുന്ന പദം ഇതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 40-ാം വാക്യം. ഇതൊക്കെ ഒരുപാട് ചരിത്രപരമായി കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് തന്നെ ഞാൻ നിൽക്കുന്നു. അചേതനത്തെ സചേതനമാക്കുവാൻ കഴിവുള്ള ദൈവം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 40-ാം വാക്യം. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന്. കല്ലുകൾ നിലവിളിക്കുമെന്നല്ല, കല്ലുകൾ ആർത്ത് വിളിക്കും എന്ന് കർത്താവ് പറഞ്ഞു. ജീവനില്ലാത്ത കല്ലുകൾ നാം മിണ്ടാതിരുന്നാൽ, നാം ആരാധിക്കാതിരുന്നാൽ, നാം ദൈവത്തെ സ്തുതിക്കാതിരുന്നാൽ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കാതിരുന്നാൽ, ജീവനില്ലാത്തതിനെ കൊണ്ട് ദൈവം ആർത്ത് വിളിപ്പിക്കും. ഒരിക്കൽ അതേ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 3-ാമത്തെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചുരുക്കി പറയുകയാണ്, നിങ്ങൾ വായിച്ചോണം. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. കണ്ടോ? അബ്രഹാമിന് ഈ കല്ലുകളിൽ, ജീവനില്ലാത്ത കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അചേതനത്തെ സചേതനമാക്കുവാൻ കഴിവുള്ളവൻ. അതിനെക്കുറിച്ച് ചില ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 12:19 നമ്മൾ വരുമ്പോൾ, ആകയാൽ പരീശന്മാർ പറയുന്നത് ശ്രദ്ധിച്ചോണേ. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പരീശന്മാർ ശിഷ്യന്മാരെ വിലക്കുവാൻ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ മറുപടിയാണ് ഇവിടെ വായിച്ച കുറിവാക്യം 19:40. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. കർത്താവ് ഈ പറഞ്ഞ കല്ലുകൾക്ക് രണ്ടർത്ഥമുണ്ട്. ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് ആ വിഷയം പറഞ്ഞ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടിപ്പോവുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ ഈ കല്ലുകൾക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പറയുക. ഒന്ന്, ഈ കല്ല് പുറജാതികളെ കാണിക്കുന്നു. ആത്മീയമായി ചിന്തിക്കുന്നവർക്ക് യെശയ്യാ പ്രവചനം 5:2, മത്തായി 21:43,
ഈ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അതുകൂടാതെ സങ്കീർത്തനം 80:8 പറയുന്നു, മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു. ഇങ്ങനെ വാക്യങ്ങൾ ഒരുപാട് ഉണ്ട്, എങ്കിലും ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. മത്തായി 21:43 പറയുന്നുണ്ട്, ജാതികളെ കുറിക്കുക. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം, മത്തായി 21:43, അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യെശയ്യാ 5:2 സങ്കീർത്തനം 8:8 കൂടെ വായിക്കുമ്പോൾ ഈ കല്ല് പുറം ജാതികളെ കാണിക്കുന്നു. രണ്ടാമതായിട്ട് ഈ കല്ല്, ജീവനില്ലാത്ത കല്ല്, യെരൂശലേം നാശത്തെ സൂചിപ്പിക്കുന്നു. ലൂക്കോസ് 19:41 മുതൽ 44 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. അവിടെ പറയുന്ന ഒരു പദമാണ്, ഇപ്പോൾ ആർത്തു വിളിക്കാതിരുന്നാൽ, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത, ഇപ്പോൾ നിങ്ങൾ ആർത്തു വിളിക്കാതിരുന്നാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്ന ഒരു കാലമുണ്ട്. ക്രിസ്തു യേശുവിനെ ത്യജിച്ചതിൻ്റെ ശിക്ഷയാണിത്. തകർന്നു പോകുന്ന ഈ കല്ലുകൾ അന്ന് ശബ്ദിക്കുമെന്നുള്ള സൂചന. സകല ചരാചര സൃഷ്ടിതാവിനെ സ്തുതിക്കണം, അതാണ് ലക്ഷ്യം. സകല ചരാചര സൃഷ്ടിതാവിനെ നാം സ്തുതിക്കണം. നാം സ്തുതിച്ചില്ലെങ്കിൽ, ജീവനുള്ളവർ സ്തുതിക്കാതിരിക്കുന്ന പക്ഷം ഈ കല്ലുകൾ ആർക്കുമെന്ന് മറന്നു പോകരുത്. അടുത്ത ഭാഗം ഞാൻ വിടുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യെരൂശലേം നാശത്തെക്കുറിച്ചൊക്കെ അറിയാലോ. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരുന്നൊരു കാലം വരുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പ്രവചിക്കുന്നുണ്ട്. ഈ കാര്യത്തെ ഞാൻ അവിടെ വിടുകയാണ്. അതിന് വേണമെങ്കിൽ 3-4 വാക്യം കൂടെ തന്നിട്ട് അടുത്ത എൻ്റെ ചിന്താവിഷയത്തിലേക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 10:41 മുതൽ 44 വരെ, മത്തായി എഴുതിയ സുവിശേഷം 13:34 മുതൽ 35 വരെയുള്ള വാക്യവും, മത്തായി എഴുതിയ സുവിശേഷം 23:37 മുതൽ 39 വരെയുള്ള വാക്യവും നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം. മത്തായി 23:37-38 വാക്യം. ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ വായിക്കുക. അതിനകത്ത് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 1:11, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1:11. അതുകൊണ്ട് യെരൂശലേമിനെ കുറിച്ച്, ഇസ്രായേൽ ജനത്തോടുള്ള യഹൂദന്മാരെ കുറിച്ചുള്ള ഒരു ബന്ധത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 23:37-38, യെരൂശലേമേ യെരൂശലേമേ, യെരൂശലേമേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് തുടങ്ങും. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ യേശുക്രിസ്തുവിന് മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല. ഈ ഭാഗം ഞാൻ അവിടെ വിടുകയാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ജീവനില്ലാത്തതിനെ കൊണ്ട് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യിപ്പിച്ച ചില ചിന്താവിഷയങ്ങൾ ഓടിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. ജീവനില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരുവെഴുത്തുകളെ ധ്യാനിച്ചവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം 19-ാം വാക്യം, അത് തീർത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സരേബാത്തിലെ വിധവയുടെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 17:19 മരിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവ് സരേബത്തിലെ വിധവയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച് താൻ കിടന്ന കട്ടിലിൽ കൊണ്ട് കിടത്തി. അപ്പോൾ
അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കടന്നതിനേക്കാൾ നല്ല കട്ടിലും നല്ല മെത്തയുമായിരിക്കും അവർ വീട്ടുകാര് കിടന്നതെന്ന് അനുമാനിക്കാം. പക്ഷെ എങ്കിലും ഏലിയാവ് എടുത്തുകൊണ്ട് തൻ്റെ പ്രാർത്ഥനാ മുറിയാകുന്ന പ്രാർത്ഥനാ മുറിയിലേക്ക് കൊണ്ടുചെന്ന് കുഞ്ഞിനെ ആ കട്ടിലിൽ കിടത്തി ബാക്കി ഭാഗമൊക്കെ അറിയാം. എൻ്റെ ഒരു ചിന്താവിഷയം, അതിനെ കട്ടിലിന് ജീവനില്ല, പക്ഷേ ജീവനുള്ളവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ കിടന്ന് ദൈവത്തിൻ്റെ ദർശനം കണ്ടപ്പോൾ, ദൈവിക വെളിപ്പാടുകൾ ആലോചനകൾ കണ്ടപ്പോൾ, ദൂത് പ്രാപിച്ചപ്പോൾ അതിൻ്റെ പവർ ജീവനില്ലാത്ത അചേതനമായ കട്ടിലും ഉണ്ടായിരുന്നു. അതാണ് ഏലിയാവ് കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയെന്ന് രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 17:19 കാണുന്നു. ആ ഭാഗം നിങ്ങൾ വായിച്ചോണം. കുട്ടി ജീവിക്കുകയും ചെയ്തു. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കുട്ടി ജീവിക്കുകയും ചെയ്തു, തിരികെ കൊടുത്തു. രണ്ടാമതായിട്ടാണ് എലീശ ശൂനേംകാരിയുടെ വീട്ടിൽ പാർത്തു. അവരുടെ ഇല്ലായ്മ എന്താണെന്നറിഞ്ഞ് അവൻ ഗേഹസിയോട് ചോദിച്ചു. എന്നാൽ ആ ബാല്യക്കാരനോട് ചോദിച്ചു. ബാല്യക്കാരൻ പറഞ്ഞു അവർക്ക് വാർദ്ധക്യമായി തലമുറകളില്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എലീശ വിളിച്ചു പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു തലമുറയെ ചേർത്ത് പ്രസവിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ വിശ്വസിച്ചില്ല. എങ്കിലും പ്രവാചകന്റെ വായിൽ നിന്ന് വീണ വചനം മൂലം ദൈവപ്രവൃത്തി അവരിൽ വെളിപ്പെടുകയും കുഞ്ഞ് ജനിക്കുകയും കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒരിക്കൽ വയലിൽ അപ്പനോടുകൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ തല എന്ന് പറഞ്ഞ് താൻ വേദനിച്ചു. അവനെ കൊണ്ട് ബാല്യക്കാരയിൽ കൊടുത്തു. അതിൻ്റെ ശൂന്യകാരിയുടെ അടുക്കിലേക്ക് കൊടുത്തു വിട്ടു. അവൾ മടിയിൽ വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞു മരിക്കുന്നു. ഇവരെന്താണ് ചെയ്തതെന്നറിയണോ? ഇവർ എടുത്തുകൊണ്ടുപോയി അവിടെയോ അവർ കിടന്ന കട്ടിൽ നല്ലതായിരിക്കാം, പക്ഷെ എങ്കിലും അവർക്കറിയാം പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ഒരു ഭക്തൻ ആയിരിക്കുന്ന സ്ഥലത്ത്, വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു ഭക്തൻ ആയിരിക്കുന്ന സ്ഥലത്ത്, റൂമിനകത്ത് കട്ടിലിൽ ദൈവപ്രവൃത്തി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പുറം ജാതിക്കാരിയായ ശൂനേംകാരി ശൂനേംകാരി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി എലീശ കിടന്ന കട്ടിലിൽ കിടത്തിയിട്ട് മുറിയടച്ച് എലീശ ഇരുന്ന പർവ്വതത്തിലേക്ക് ചെന്ന് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിനകത്തൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. എലീശ വന്നു, പ്രാർത്ഥിച്ചു, കുഞ്ഞ് ജീവിച്ചു, മകനെ തിരികെ കൊടുത്തു. അപ്പോൾ 2 കാര്യം നമ്മളവിടെ കണ്ടു. അടുത്ത ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായം 49 മുതൽ 51 വരെ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദാവീദ് ഏലാ താഴ്വരയിൽ ഗോലിയാത്തുമായി യുദ്ധത്തിനായി പുറപ്പെടുമ്പോൾ തോട്ടിൽ നിന്ന് 5 മിനുസമുള്ള കല്ലെടുത്ത് താൻ ഇടയ സഞ്ചിക്കകത്തിട്ട് താൻ ഫെലിസ്ത്യൻ്റെ നേരെ ചെല്ലുമ്പോൾ ഫെലിസ്ത്യൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. 1, അവൻ്റെ ദേവന്റെ നാമം ചൊല്ലി ശപിച്ചു. 2, ഇന്ന് നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ അതിനെ കോട്ട് ചെയ്തൊരു വാക്യമുണ്ട്. 27-ാം സങ്കീർത്തനം 2-ാം വാക്യം ഇങ്ങനെ പറയും, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഈ വചനപ്രകാരം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം 27:1 പറയുന്നു, സങ്കീർത്തനം 27:1, ആമേൻ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കുമെന്ന് പറഞ്ഞ് 2-ാം വാക്യം പറഞ്ഞുകൊണ്ട് ആമേൻ ദാവീദ് ഗോലിയാത്തിന് നേരെ ഒരു വടിയും കല്ലുമായി ഇടയസഞ്ചിയുമായി പോകുമ്പോൾ
അവൻ്റെ ദേവൻ്റെ നാമം ചൊല്ലി ശപിച്ചു. 2, നീ ഒരു നായുടെ നേരെ വരുന്നത് പോലെയാണോ നീ എൻ്റെ നേരെ വരുന്നതെന്നൊരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ദാവീദിന് മനസ്സിലായത് ഈ കല്ലെടുത്തത് എന്തിനാണെന്ന്. എൻ്റെ ഒരു ആത്മീയ ഭാഷയാണ് പറയുന്നത്. ആമേൻ സ്തോത്രം. അപ്പോൾ കല്ല് നായെ എറിയാനാണല്ലോ ഞാൻ കുനിഞ്ഞ് 5 കല്ലെടുത്തതെന്ന് ദാവീദിന് നല്ല ഉറപ്പ് കിട്ടി. അപ്പോൾ അവൻ നായയാണ്, അവനെ എറിഞ്ഞ് താഴെ ഇടാൻ പറ്റുമെന്ന് മനസ്സിലായി. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 17 അധ്യായത്തിലെ കാര്യമാണ് ഈ പറയുന്നത് മുഴുവൻ. അത് അത്രയും വായിക്കാൻ കഴിവില്ലാത്ത സമയമില്ലാത്തവർ 17 അധ്യായം 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. എല്ലാവർക്കും ധൃതിയാണ്. എല്ലാവർക്കും ഓട്ടമാണല്ലോ, ധൃതിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 17 അധ്യായം 16 അധ്യായം ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. ശമൂവേൽ എഴുതിയ 1 പുസ്തകം 16 അധ്യായം 17 അധ്യായം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് വായിക്കുക. അപ്പോൾ ജീവനില്ലാത്ത കല്ല്, 5 മിനുസമുള്ള കല്ല് തോട്ടിൽ നിന്നെടുത്ത് ഇടയസഞ്ചിക്കകത്തിട്ട് അനങ്ങാതെ കിടന്ന ഒരു കല്ലിൽ കൂടെ ദൈവശക്തി വ്യാപരിച്ച് മല്ലനായ ഗോലിയാത്തിനെ അവൻ എറിഞ്ഞ് വീഴ്ത്തുവാൻ കഴിവുണ്ടെങ്കിൽ അചേതനത്തെ സചേതനമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവനില്ലാത്തതിൽ ജീവൻ കൊടുക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഒരു ദൂത് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയാം. ഏത് വിഷയത്തിലാണ്, അതിൻ്റെ കടഭാരത്തിലാണോ, തലമുറകളിലാണോ, പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലാണ് ചലനമില്ലാതെ കിടക്കുന്നത് എങ്കിൽ ചലിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവകൃപ പ്രാപിച്ച് അടകൽക്കമന വിശുദ്ധിയോടെ വേർപാടോടെ പുറുപുറുപ്പില്ലാതെ നിൽക്കുന്ന ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 2024 തീരുന്നതിന് മുൻപ് ചില ചലനങ്ങൾ തുടങ്ങും. അർഗമനഘടകക്ഷസ്യ അദൃശ്യ മണ്ഡലത്തിൽ കണ്ടുകൊണ്ട് 1-2 ദൂതുകൾ പറയുന്നു. നാളുകളായി കരഞ്ഞിട്ടും ലാഭാന്യ ശക്തികൾ നിന്റെ കുടുംബത്തെ ഒതുക്കി വെച്ചിട്ട് ഒരിക്കലും നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്നും അടിമപ്പെടുത്തുമെന്നും വാതുകെട്ടുന്ന ലാഭാന്യ ശക്തികളുടെ പോരുകൾ ഇന്ന് രാത്രി അഴിയുന്നതോടൊപ്പം സ്തോത്രം യാക്കോബിനെ അടിമപ്പെടുത്തി ചലിപ്പിക്കാതെ അതിനകത്ത് ഒതുക്കിയിടാമെന്ന് വിചാരിച്ച് ജനസിസ് ഉൽപ്പത്തി 31 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ചലിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞത് 32 അധ്യായത്തിൽ ചലനം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ വ്യക്തികളെ ചലിപ്പിക്കാതിരിക്കുന്ന, നേരത്തെ പറഞ്ഞ ഈ കല്ലുകൾ ജാതികളെ കുറിക്കുന്നു. നമ്മളൊക്കെ പുറം ജാതികളായിരുന്നു. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ച് കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചലിച്ചു തുടങ്ങുന്ന സമയങ്ങളാണ്. ഈ നാളുകളിൽ ചില ചലനങ്ങളുണ്ട്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ നേരിട്ട് വരുമ്പോൾ ഭാരപ്പെട്ട് പുറകോട്ട് പോകരുത്. ഗോലിയാത്ത് അവൻ്റെ ദേവൻ്റെ നാമം ചൊല്ലി ശപിച്ചാലും മന്ത്രവാദികളും സഹനവാദികളും സ്തോത്രം ക്ഷുദ്രക്കാരും കയറി നമുക്കെതിരെ വന്നാൽ അവൻ്റെ ഒരായുധവും നമുക്ക് ഫലിക്കുകയില്ല. യെശയ്യാ 54:17, യിരെമ്യാ 20:11 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ സെഫന്യ 3:17 ഇത്രയും വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ഒരു തുട്ടപ്പോലും നിങ്ങളുടെ നേരെ വരത്തില്ല. പുറപ്പാട് പുസ്തകം 11:7 പറയുന്നു, ഒരു നായും നിന്റെ നേരെ കുരയ്ക്കത്തില്ല, വായനക്കത്തില്ല. ഏകദേശം 35.5 ലക്ഷം ജനം അവിടുന്ന് ചെരുപ്പും ഇട്ടുകൊണ്ട് പുറപ്പെട്ടപ്പോൾ സ്തോത്രം ഒരു നായും അവിടെ ചലിച്ചില്ല. പറഞ്ഞത് ദൈവമാണെങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അതിനെ നിലനിർത്തുവാനും ആ വാഗ്ദത്തം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുവാനും സ്വർഗത്തിലെ ദൈവം ശക്തനാണെന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. വചനമാണ് വിടുതൽ, വചനമാണ് പ്രവചനം. അപ്പോൾ മനസ്സിലായ ആ വടിയിൽ കൂടെ സ്തോത്രം കല്ലിൽ കൂടെ വിടുതൽ നടന്നെങ്കിൽ ഓർത്തുകൊള്ളം, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേലും വെളിപ്പെടുവാൻ സമയമായി. ജീവനില്ലാതെ കിടക്കുന്ന കടഭാരത്തിന്മേൽ ജീവനില്ലാതെ ചലിക്കാതെ കിടക്കുന്ന ചില കടഭാരങ്ങൾ ഇന്ന് കേൾക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഉണ്ട്. അത് എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ നാളുകളിൽ ചലിച്ചു തുടങ്ങുന്ന ഒരു സമയമായി മാറട്ടെ. 2024 തീരുന്നതിന് മുൻപ്
ഒരു ചലനം അതിൻ്റെ മേൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ അടുത്ത വചനത്തിലേക്ക് നമുക്ക് കടക്കാം. ജീവനില്ലാത്ത കല്ല് ആമൻ ഫെലിസ്ത്യൻ വെല്ലുവിളിക്കുന്നത് കണ്ട് ഇന്ന് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ആമൻ സ്തോത്രം ദേവൻ്റെ നാമം ചൊല്ലി ശപിക്കുന്നു പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് ഭയങ്കര പേടിയാണ്. മന്ത്രവാദത്തെ ഈ ദേവൻ്റെ നാമമൊക്കെ ചൊല്ലി ശപിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശാപം പറ്റുമെന്നാണ്. ഇതൊന്നും നമുക്കാർക്കും ഒന്നും പറ്റത്തില്ല. ശാപത്തെക്കുറിച്ചൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കി അതിനകത്ത് കാണാം. ഇനിയൊരു മെസ്സേജ് ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ശാപത്തെക്കുറിച്ച് ശാപം പറ്റുമോ, പാരമ്പര്യം പിന്തുടരുമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കുവാൻ കഴിയും. അപ്പോൾ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. എന്താണ് അടുത്ത ചിന്താവിഷയം? അപ്പോൾ ഈ കല്ലുകൊണ്ട് എറിഞ്ഞവനെ വീഴ്ത്തി. ജീവനില്ലാത്ത അചേതനമായ കല്ല് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ജീവനുള്ള സ്തോത്രം അനാക്യ മല്ലന്മാരെ പോലെ അവൻ മല്ലനായ ഗോലിയാത്ത് നെടുമ്പാട് വീണ് അവൻ കമണ്ണ് ദാവീദിൻ്റെ മുൻപാകെ വീണു. എൻ്റെ ഒരു ആത്മീയ പാഠ്യം എന്താണെന്ന് ചോദിച്ചു, ആത്മീയ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം. 115 സങ്കീർത്തനം 15-16 വാക്യം. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ ദാവീദ് കല്ലുമായിട്ട്, ജീവനില്ല കല്ലുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഓടിയപ്പോൾ ഫെലിസ്ത്യൻ്റെ പേര് ഫെലിസ്ത്യൻ അവൻ്റെ ദേവൻ്റെ നാമം ചൊല്ലി ശപിച്ചപ്പോൾ അതേ വചനത്തിൽ നിന്നുകൊണ്ട്, എൻ്റെ സങ്കീർത്തനം 27:2 വചനത്തിൽ നിന്നുകൊണ്ട് വചനപ്രകാരം മുൻപോട്ട് ഓടിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി കല്ലിന്മേൽ വ്യാപരിച്ച് ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തി കൊടുത്തു. അവൻ്റെ മുകളിൽ കയറി നിന്ന് തന്നെ വെട്ടി അവൻ്റെ വാളൊരു ദാവീദിൻ്റെ കയ്യിൽ വാളില്ലായിരുന്നു. കാരണം എൻ്റെ ദൈവം വാളും കുന്തവും കൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്. ഞങ്ങളുടെ നാമം യേശു മശിക്കാൻ യേശുവിൻ്റെ നാമം യഹോവയുടെ നാമം പറഞ്ഞു. അങ്ങനെ അവൻ ഗോലിയാത്തിനെ കല്ലിൽ കൂടെ വ്യാപരിച്ച ശക്തിയാൽ ഗോലിയാത്തിനെ വെട്ടി താഴെ ഇടുവാനിടയായി, എറിഞ്ഞു താഴെ ഇടുവാനിടയായി. അവൻ്റെ വാളൂരി അവൻ്റെ തല വെട്ടിയെടുക്കുവാനും ഇടയായി. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോണ്ടമേ, ജീവനില്ലാത്തതിന് ജീവനുള്ള കല്ലുകൾ ഇന്ന് മിണ്ടാതിരിക്കുക. ഇവിടെ കയ്യടിയില്ല, സ്തോത്രമില്ല, അന്യഭാഷയില്ല, ഒന്നുമില്ല. ഇതെല്ലാം ഉണ്ട്. കയ്യടിയുണ്ട്, സ്തോത്രമുണ്ട്, അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അന്യഭാഷ ഇല്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കയ്യടിയുണ്ട്. യോബ് 27-23 കയ്യടി. യെരമ്യാവ് എസ്കേലിനോട് പറഞ്ഞു, 21-ാം അധ്യായം പഠിച്ചു കഴിയുമ്പോൾ 12 മുതൽ വായിക്കുക, എസ്കേലെ നീ പ്രവചിച്ച് കൈകൊട്ടുക. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ദൈവം പറഞ്ഞു, ആമേൻ, നീ കൈയടിക്കുമ്പോൾ ഞാനും കൈയടിച്ച് എൻ്റെ ക്രോധത്തെ ഞാൻ ശമിപ്പിക്കും. അപ്പോൾ ദൈവം കൈയടിക്കുന്നു, ആമേൻ. എസ്കേൽ കൈയടിക്കുന്നു. യോബ് 27-23 അവിടെ കൈയടി നടക്കുന്നു. ഇങ്ങനെ തപ്പുകൊണ്ട് നൃത്തം കൊണ്ട് 150-ാം സങ്കീർത്തനത്തിൽ കിടക്കുന്ന ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അടുത്ത ഇതാണ്, വടിയിൽ കൂടെ ശക്തി വ്യാപരിച്ചു. പുറപ്പാട് സംഭവം 4-ാം അധ്യായം പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. 16 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 16 മുതൽ 21 വരെ വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മോശ വടി നീട്ടി, പെട്ടെന്ന് പറയാം, മോശ വടി നീട്ടി. ദൈവം പറഞ്ഞു, മോശ നീ വടി നീട്ടി ചെങ്കടലിനെ വിഭാഗിക്കാം. അവിടെ 3 കാര്യമുണ്ട്, വളരെ ശ്രദ്ധിച്ചോണം. വടി നീട്ടി, ജീവനില്ലാത്ത വടി നീട്ടി. ദൈവം പറഞ്ഞ വചനപ്രകാരം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീണ വചനപ്രകാരം തനിക്ക് കൊടുത്ത, ഒരിക്കൽ 4-ാം അധ്യായത്തിൽ, പുറപ്പാട് 4-ാം അധ്യായത്തിൽ തൻ്റെ കയ്യിലിരുന്ന വടി പാമ്പായി. അതുകൂടാതെ 1-2 ചിന്തകളൂടെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ പറയാം. ആമേൻ, സ്തോത്രം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം മോശയോട് പറഞ്ഞ്, ആമേൻ, അഹരോൻ്റെ പേരെഴുതിയ വടി നീ നിലത്തിടാൻ പറയാം. മന്ത്രവാദികൾ, ക്ഷുദ്രക്കാർ, ശകുനവാദികൾ, പ്രഭുക്കന്മാർ കാൺകേന്തിയ താഴേക്കിടാൻ പറഞ്ഞു. അവർ താഴേക്കിട്ടു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ പോലെ പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിലെ പോലെ ഈ വടി പാമ്പായി. അങ്ങനെ അവർ വിളിച്ചു വിദ്വാൻമാരെയും മന്ത്രവാദികളെയും ശകുനവാദികളെയും ശകുനവാദികളെയും മന്ത്രവാദികളെയും ഒക്കെ വിളിച്ചു.
അങ്ങനെ ശൂദ്രക്കാരെയും വിളിച്ചു വരുത്തി അവരുടെ മന്ത്രവാദത്താൽ, അവിടെ എഴുതിയിരിക്കുന്ന പദം അതാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന പദമാണ്. ഇങ്ങനെ പറയുന്നു, അവരുടെ മന്ത്രവാദത്താൽ. ഉണ്ടോ? മന്ത്രവാദത്താൽ അവരുടെ വടിയും പാമ്പായി. പക്ഷെ ഒരു കാര്യം, അവിടെ താഴെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ്, മോശയുടെ വടി അവരുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് കിടക്കുന്നത്. അവരുടെ മന്ത്രവാദത്താൽ ചിലപ്പോൾ ചലിപ്പിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് ഹോശേയ പ്രവചനം 4:12 അവരുടെ വടി ലക്ഷണം പറയുന്നെന്ന്. എസ്കേൽ 8:17 കൂടെ ചേർത്ത് വായിച്ചാൽ മതി, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏത് ശത്രുവിൻ്റെ പോരുണ്ടെങ്കിലും ആരെയും തൊടത്തില്ല. ഏത് മന്ത്രവാദമാണോ ആരെയും തൊടത്തില്ല. പക്ഷെ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കണം. അതിന് വേണമെങ്കിൽ മത്തായി 12:43-44 വാക്യം കൂടെ നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. ചലിക്കാതെ സ്തോത്രം, ഏത് കാര്യമായാലും ശരി, ജീവനില്ലാതെ കിടക്കുന്നതിൽ സ്തോത്രം സാത്താന് കയറി ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ചോദിക്കും, വിഗ്രഹങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല, അവരുണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ല. പക്ഷെ വിഗ്രഹം ചലിക്കത്തില്ല, അത് വയ്ക്കുന്നിടത്ത് തന്നെ ഇരിക്കും. പക്ഷേ അതിൻ്റെ മറവിൽ നടക്കുന്ന ആരാധനയിലാണ് ശക്തിയുള്ളത്. അതിൻ്റെ മറകിൽ ഒരു വിഗ്രഹം വച്ചിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ പടമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരുത്തരൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നല്ലോ, അതിൻ്റെ ആ ആരാധനയുടെ മറവിൽ പടം ഒരിക്കലും ഇറങ്ങി വന്നിട്ടുമില്ല, അവിടെ നിന്നിട്ട് പുറത്ത് വന്നിട്ടുമില്ല. വിഗ്രഹം ഉണ്ടാക്കി വെച്ചത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ഹൈന്ദവ സഹോദരങ്ങളെ കുറ്റം പറയുന്നതല്ല, അതിൻ്റെ ഒരു മർമ്മം പറയുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ മറവിൽ ഏതെങ്കിലും ഒരു പടം വച്ചിട്ട് അതിൻ്റെ മറവിൽ നിന്ന് ആരാധിക്കുന്ന ആരാധനയിലാണ് ശക്തിയുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഡെവിൾ സ്പിരിറ്റും തന്നെയാണ്. അപ്പോൾ വടിയിൽ കൂടെ അങ്ങനെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലെ മന്ത്രവാദിയുടെ വടിയും പാമ്പായി, ഇവരുടെ വടിയും പാമ്പായി, എല്ലാം ചലിച്ചു. ഹോശേയ 4:12, എസ്കേൽ 8:17 ഈ വാക്യപ്രകാരം എല്ലാം ചലിച്ചു. പക്ഷേ ചലിച്ചെങ്കിലും മോശയുടെ വടി, ദൈവത്തിൻ്റെ വടി 3ആയിട്ടാണ് കിടക്കുന്നത്. 1 മോശയുടെ വടി, 2 ദൈവത്തിൻ്റെ വടി, 3 അഹരോൻ്റെ വടി, ലേവി ഗോത്രത്തിൻ്റെ പേരെഴുതിയ അഹരോൻ്റെ വടി. ഇങ്ങനെ കിടക്കുക. ഈ വടിയാണ് ഈ 14-ാം അധ്യായത്തിൽ കടലിലേക്ക് നീട്ടി നിൽക്കുന്നത്, ചലിക്കാതെ ചലിപ്പിക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു, മോശെ, പുറപ്പാട് ദിവസം 14-ാം അധ്യായം 16 മുതൽ 21, നീ എന്തിനു നിലവിളിക്കുന്നു? ജനം പുറപുറുക്കുന്നു, ജനം കല്ലെടുക്കുന്നു. പക്ഷേ മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ജീവനില്ലാത്ത വടി അതൊന്ന് നീട്ട്. ഇത് മന്ത്രവാദിയുടെ വടിയെ വിഴുങ്ങിയ വടിയാ. നീ ഒരിക്കൽ നിലത്തിട്ടപ്പോൾ ഇത് പാമ്പായ വടിയാ. അങ്ങനെയാണെങ്കിൽ ഈ വടിയിൽ കൂടെ ചില അല്പം ജീവനില്ലാത്തതിൽ കൂടെ എൻ്റെ ശക്തി വ്യാപരിക്കും. എങ്ങനെ? അവൻ വടി നീട്ടിയത് കൊണ്ട് ചെങ്കടൽ മാറിയതല്ല. അവിടെ എഴുതിയിരിക്കുന്ന പദമാണ്, കിഴക്കൻ കാറ്റ് ശക്തിയോടുകൂടെ അടിച്ച് ചെങ്കടലിനെ 2ആക്കിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് വടി നീട്ടിയത്? പൊതുഭവിഷ്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ പ്രവചനം 63:12 വരുമ്പോൾ അവിടെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ യെശയ്യാ പ്രവചനം 63:10 മുതൽ 14 വരെയുള്ള വാക്യം. ഇല്ല എങ്കിൽ 12-ാം വാക്യം വായിക്കുമ്പോൾ പറയാം, മോശ വടി നീട്ടി ദൈവം പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞ സമയത്ത് വടി നീട്ടി നിന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. യെശയ്യാ പ്രവാചകൻ വെളിപ്പാട് കാണുക 63:12 വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മോശയുടെ വലം കൈക്കൽ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വന്നു. അവിടെ മഹത്വമുള്ള, അതുകൊണ്ട് വലം കൈക്ക് എന്താ ഇടം കൈക്ക് എന്താന്ന് ഇതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞു. ആ വലം കൈക്ക് ഇറങ്ങിയത് അതുകൊണ്ടാണ് പുള്ളി 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഒരു കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്, ഷുഗറില്ല, പ്രഷറില്ല, ഒന്നും കാണുന്നില്ല. സ്തോത്രം 120ാമത്തെ വയസ്സിൽ മലയുടെ മണ്ടയ്ക്ക് കയറി സ്തോത്രം നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. 2 കണ്ണിന് ഒരു കാഴ്ചക്കുറവില്ലായിരുന്നു. കനാൻ ദേശം പിസ്കാ കൊടുമുടിയുടെ മുകളിൽ നിന്ന് നോക്കി കണ്ടു. ഇങ്ങനെ കാര്യമുണ്ട്. ദൈവം പറഞ്ഞതിനനുസരിച്ച് വടി നീട്ടിയവന് കാര്യം മനസ്സിലായല്ലോ. ഇനി പറയാം, ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം വലം കൈയിൽ എന്താണ്? സദൃശവാക്യം 3:16 അവൻ്റെ വലം കൈയിൽ ദീർഘായുസ്സും, വലം കൈയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി, വലം കൈയിൽ ദീർഘായുസ്, ഇടം കൈയിൽ ധനവും മാനവും ദൈവം കൊടുത്തിരിക്കുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ വലം കൈക്ക് ഇടം കൈക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഉൽപ്പത്തി പുസ്തകം 48:13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബ് കൈ രണ്ടും ഇടത്തെ കൈ മനശ്ശയുടെ കയ്യിലും മനശ്ശയുടെ തലയിലും വലം കൈ
വലം കൈ എഫ്രൈമിൻ്റെ തലയിലും വെച്ചു. അപ്പോൾ ഇടം കൈക്കും അനുഗ്രഹമുണ്ട്, വലം കൈക്ക് ദീർഘായുസുണ്ട്, ഇടം കൈക്ക് ധനവും മാനവുമുണ്ട്. ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ 2 കൈയും തലയിൽ വെച്ച് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഈ 3 കാര്യം അവർക്ക് കിട്ടും. 1 കൈ വയ്ക്കരുത്, 2 കൈയും വയ്ക്കുക. അപ്പോൾ വലം കൈക്കൽ ആമൻ ഇറങ്ങി വലം കൈ കൊണ്ട് വലം കൈക്കൽ വടി നീട്ടി നിന്നവൻ്റെ കയ്യിൽ, മോശയുടെ കയ്യിൽ, പുറപ്പാട് 14:16 മുതൽ 21 വരെയുള്ള വാക്യം, വലം കൈക്ക് വലം കൈയിൽ വടിയിരുന്നു. അത് ആ കടലിലേക്ക്, മിസ്രൈം കടലിലേക്ക് നീട്ടി ദൈവം കിഴക്കൻ കാറ്റ് ശക്തിയായി അടുപ്പിച്ച് ചെങ്കടൽ കുലുങ്ങാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി. ചലിക്കാതെ കിടക്കുന്ന വെള്ളം ചലിച്ചു തുടങ്ങി. നമ്മുടെ വിഷയം അതാണല്ലോ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെ ഓളം തട്ടി നിന്നതേ ഉള്ളൂ, ചലിച്ചില്ല. ഇന്ന് രാത്രി അറകൾക്ക് ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ഏത് ചെങ്കടലാണ് നിനക്ക് മുൻപാകെ നിൽക്കുന്നത്? നിന്നോട് പറഞ്ഞ നിന്റെ അധികാരത്തിൻ്റെ വടിയൊന്നെടുത്ത് നീട്ട്, അധികാരത്തിൻ്റെ നാവ് കൊണ്ടൊന്ന് പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തോ, എനിക്ക് വേണ്ടി ഒരു വിടുതൽ തരുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയോ? ഇന്ന് ഈ സമയം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് ഈ വചനം കേൾക്കുമ്പോൾ ഏത് വിഷയം, നിന്റെ തലമുറയുടെ വിഷയമാണോ, വിവാഹ വിഷയമാണോ, അതോ കടഭാരത്തിന്മേലാണോ, രോഗമാണോ, എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയാണോ? ഈ വചനം കേൾക്കുമ്പോൾ ചില ചലനങ്ങൾ ഉണ്ടാകുമെന്ന് സ്വത്രം ദൈവത്തിൻ്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു. അന്തരി വൈഡകൽക്കമനഘടകസി. അതൊന്ന് വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ? ദൈവപ്രവൃത്തി വെളിപ്പെടും. അവൻ ചെങ്കടലിന് നേരെ കൈനീട്ടി, കിഴക്കൻ കാറ്റ് ശക്തിയായിട്ട് അടുപ്പിച്ചു. ജീവനില്ല, വെള്ളത്തിന് ജീവനുണ്ട് കേട്ടോ. 77 സങ്കീർത്തനം 16-17 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ജീവനുള്ള വെള്ളം എന്ന് കിടക്കുമ്പോണ്ട്. ജീവനുള്ള വെള്ളമെന്ന് സക്കറിയ പ്രവചനം 14-ാം അധ്യായം 8-ാം വാക്യം 8-9 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും കിടപ്പുണ്ട് ജീവനുള്ള വെള്ളം. അങ്ങനെയെങ്കിൽ ദൈവമേ, വെള്ളങ്ങൾ നിന്നെ കണ്ടു എന്ന് ജീവനുള്ള വെള്ളം അവിടെ കിടക്കുന്നു. ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കും, ജീവനാക്കും. ജീവനില്ലാത്ത കിടക്കുന്നതിനെ ജീവൻ കൊടുക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. 77-ാം സങ്കീർത്തനം 16-17 വാക്യമാണ്, ദൈവമേ വെള്ളങ്ങൾ നിന്നെ കണ്ടു. സക്കറിയ പ്രവചനം 14-8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ജീവനുള്ള വെള്ളം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാത്തിനും ജീവനില്ലാതെ കിടന്നതിന് ജീവൻ കൊടുത്ത ദൈവം. ഇന്ന് ഈ സമയം ഈ ദൂത് നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, രാത്രിയാകട്ടെ പകലാകട്ടെ, ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ, സമയമനുസരിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ, ചലിക്കാതെ കിടക്കുന്നത് ചലിച്ചു തുടങ്ങുമെന്നുള്ള വിശ്വാസത്തോട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നമ്മളൊക്കെ പ്രസംഗിച്ച് കേട്ട ചെങ്കടൽ 2 എന്തായാലും വേണ്ടില്ല, ഞാൻ ആ വാക്യം കൂടെ തെളിയിച്ചു തരാം. മോശ വടി നീട്ടി, ദൈവം കിഴക്കൻ കാറ്റ് ശക്തിയായി അടുപ്പിച്ച് ഒരു രാത്രി മുഴുവനും അടിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വെള്ളത്തിന് ചലനമുണ്ടായി, കുലുക്കമുണ്ടായി, മാറത്തില്ലെന്ന് പറഞ്ഞു നിന്നത് ചലിക്കാത്തതിനെ ദൈവം ചലിപ്പിച്ച്, ഒരു കോൺക്രീറ്റ് ഭിത്തിയോ ഒരു കല്ലോ ഇല്ലാതെ വെള്ളം കൊണ്ട് മതിൽ കെട്ടിയ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രയനായ യേശു ക്രിസ്തുവാണ്. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചോണം. അടുത്തത് എത്രയായി മാറി? അവിടെ എഴുതിയിരിക്കുന്നത് 2ആയി. പ്രവാചകന്റെ ദർശനം നോക്കണേ. 11 യെശയ്യാ പ്രവചനം 11:15 പറയുന്നു, സ്തോത്രം, ദൈവം ഉഷ്ണക്കാറ്റോടുകൂടെ അങ്ങോട്ട് കാറ്റടിപ്പിച്ച് അവൻ്റെ നാവിനെ, മിസ്രയീം കടലിൻ്റെ നാവിനെ ഉന്മൂലനാശം വരുത്തി. നിനക്കെതിരെ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ചില നാവുകൾക്ക്, നിനക്കെതിരെ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടന്ന ചില നാവുകൾക്ക് മിസ്രയീം കടലിന് ഉന്മൂലനാശം വരുത്തിയ ദൈവം. അർഗമനഘടകം ദൈവദാസന്മാർക്കെതിരെ, ദാസിമാർക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ, അവരുടെ ദൈവദാസന്മാരുടെ തലമുറകൾക്കെതിരെ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിലതിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. ഞാൻ പറഞ്ഞതല്ല, യെശയ്യാ 11:15 ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ അതിനെ എന്ത് ചെയ്തു? ഉണങ്ങിയ നിലമാക്കി മാറ്റി 7 കൈവഴികളായി ദൈവം തിരിച്ചു. 7ആയിട്ട് തിരിച്ചു. 7-നൊരു വിഷയമുണ്ട്, അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും സമയം കിട്ടുന്നില്ല ആ 7 കൈവഴി എന്താന്ന്. അപ്പോൾ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഒരു വടിയിൽ കൂടെ അവിടെ പ്രവർത്തിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് കൂടെ കടക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട് ഒരു വിഷയം കേട്ടോ. ജീവനില്ലാത്തതിന് ജീവൻ കൊടുക്കുന്ന ദൈവം. 15-9 മുതൽ 15-ാം അധ്യായം 9 മുതൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ശിംശോനെ പിടിച്ചു കെട്ടി യഹൂദന്മാർ 2 പുതിയ കയറ് കൊണ്ട് കെട്ടി നേരെ എന്ത് ചെയ്തു? നേരെ ഫെലിസ്ത്യൻ്റെ ലേഗിയിലേക്ക് കൊണ്ടുവന്നു. ലേഗിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫെലിസ്ത്യൻ അങ്ങോട്ട് ആർപ്പെട്ടു.
ആർപ്പെട്ട് കഴിഞ്ഞ് ഇദ്ദേഹം 3000-ഓളം വരുന്ന ഫെലിസ്ത്യൻ, 3000-ഓളം വരുന്ന യഹൂദന്മാർ, 1000-ഓളം വരുന്ന ഫെലിസ്ത്യൻ ഇവർ ചുറ്റിനും നിന്നു. ആമേൻ. ഇയാൾക്ക് നോക്കുവാൻ ഇടമില്ല. ഇയാൾ നേരെ ഉയരങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഉയരങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി, അകത്തളങ്ങളിൽ ഇറങ്ങി, അകത്ത് ചൂട് പിടിച്ചത് പുറത്ത് വ്യാപരിച്ച് അവർ പുതിയ കയറുകൊണ്ട് കെട്ടിയ 2 കയറും കത്തിക്കരിഞ്ഞതിനനന്തരം പിന്നെ അങ്ങോട്ട് ആത്മാവിൻ്റെ ശക്തിയല്ലേ അങ്ങോട്ട് കയറിയ പുള്ളി അങ്ങോട്ട് നോക്കിയപ്പോൾ കഴുതയുടെ പച്ചത്താടിയിൽ കിടക്കുന്നു. പച്ചത്താടിയല്ലേ, വേറെ ഒരു എല്ലാണെങ്കിൽ കൈയുടെ എല്ലോ കാലിൻ്റെ എല്ലോ ഒക്കെ ആണെങ്കിൽ പിടിച്ചടിക്കാന്ന് വെക്കുക. ഇത് കഴുതയുടെ പച്ചത്താടിയല്ലോ, എന്ത് ചെയ്യാനാ? ആമൻ. മാനുഷികമായി ചിന്തിച്ചാൽ ഇത് വഴുവഴുപ്പുള്ളതാ, 2 കയ്യിലത് ഒതുങ്ങത്തില്ല. പക്ഷേ അഭിഷക്തനായ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ്റെ കരങ്ങളിൽ ഏത് വഴുവഴുപ്പുള്ളതായാലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉറപ്പിക്കുവാൻ കഴിവുള്ള ദൈവദാസന്മാരുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ ശിംശുവിൻ്റെ കയ്യിൽ വഴുവഴുപ്പുള്ള പച്ചത്താടിയല്ല, വഴുവഴുപ്പ് കാണും. പക്ഷെ പച്ചത്താടിയല്ലെന്നാണ് കിടക്കുന്നത്. അതിലേക്ക് ഇത് കുനിഞ്ഞ് കൈകൊണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ കൂടെ ശക്തി വ്യാപരിച്ച് 1000-ലധികം ഫെലിസ്ത്യന്മാരെ കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് ആമൻ കഴുതയുടെ ഒരു പച്ചത്താടിയല്ലുകൊണ്ട് ആമൻ 1000-ലധികം ഫെലിസ്ത്യനെ കൊന്നൊടുക്കി. ആമൻ. എന്നതിന് ശേഷം ഈ എല്ലിൻ കഷണം എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ള എല്ലിൻ കഷ്ണത്തെ ദൂരെ എറിഞ്ഞിട്ട് 18-ാം വാക്യത്തിൽ യഹോവേ അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം തന്നല്ലോ. എന്തുകൊണ്ടാണ് മഹാജയം കൊടുത്തത്? ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വഴുവഴുപ്പിൽ കിടന്ന ആ അസ്ഥിയെ ആമൻ, ആ എല്ലിനെ, താടിയെല്ലിനെ തൻ്റെ കയ്യിൽ ഉറപ്പിച്ചു കൊടുത്ത് അതുകൊണ്ട് കൂടെ വ്യാപരിച്ച ദൈവശക്തി ഇന്ന് ഈ സമയം ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആമേൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി അവർ അന്യ ഭാഷകൾ സംസാരിച്ച് കൈയടിച്ച് ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യൻ കർത്താവിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, ആരാധന. അത് വിശുദ്ധിയോടെ ആരാധിക്കണം, വേർപെട്ട് ആരാധിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, 8-9 കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ നമുക്കിടാം. വിഷയത്തിലേക്ക് ഞാൻ ഓടി വരട്ടെ. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. നയനിലെ വിധവയ്ക്ക് ആകെ ഒരു മകൻ. നയനിലെ വിധവ, ഭർത്താവ് മരിച്ചിട്ടും നയനിലെ വിധവയ്ക്ക് കർത്താവില്ലായിരുന്നു. വിധവ എന്ന് പറയുമ്പോൾ ഭർത്താവ് മരിച്ചതല്ലേ, കാരണം ഒരു കുഞ്ഞുമുണ്ടല്ലോ. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഭർത്താവ് മരിച്ചപ്പോഴും കർത്താവില്ലായിരുന്നു, മകൻ മരിച്ചപ്പോഴും കർത്താവേ എന്നൊരു വിളിച്ചില്ല. നാട്ടുകാരെ എന്ന് വിളിച്ചു. നാട്ടുകാരെല്ലാം കൂടെ വന്ന് കൊച്ചിനെ എടുത്ത് ശവമഞ്ചത്തിലാക്കി കുഴിച്ചിടുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ യേശു അതുവഴി വന്നു. കർത്താവേ എന്ന് വിളിക്കാതെ വന്നു കഴിഞ്ഞിട്ട് ഒറ്റ ദൂത് പറഞ്ഞ 13-ാം വാക്യം ലൂക്കോസ് 7:13 ഇങ്ങനെ പറഞ്ഞു, നീ കരയണ്ട. ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുകുട്ടികൾ വളരെ ശ്രദ്ധിച്ചോണം. നിന്റെ പഠനത്തോടുള്ള ബന്ധത്തിലാണോ നീ കരയുന്നത്? ഭാവിയോടുള്ള ബന്ധത്തിലാണോ നീ കരയുന്നത്? നിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായിട്ട് നീ കരയുകയാണോ? ഏത് വിഷയത്തിലായാലും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. ഈ വചനം വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പറയുന്ന ദൂതുകളൊന്നും നടക്കുന്നില്ല. എന്നോടല്ല, പലരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതിന് രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. എബ്രായർ 4:2 നാമും അവരെപ്പോലെ ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ട വചനം അവരുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. 1. 2, ഈ പ്രവാചകൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവിലാണോ അതോ മനുഷ്യാത്മാവിലാണോ എന്നുള്ളൊരു കാര്യം കൂടെ വിവേചിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ നാളുകളിൽ സംസാരിക്കുന്നത് വചനത്തിൽ കൂടെയാണ്. ശമൂവേലിൽ കൂടെ ഇടപെട്ട ദൈവം
ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. 3:21 വായിക്കുമ്പോൾ ശീലോവിൽ വെച്ച് ദൈവം ശമൂവേലിന് വചനത്തിൽ കൂടെ വെളിപ്പെട്ടു. യിരെമ്യാ 1:9 പറയുന്നു, ദൈവം അവൻ്റെ വായ്ക്ക് തൊട്ടു വചനങ്ങളാൽ നിറച്ചു. യിരെമ്യാ 15:16 ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയുടെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 23:2 ഇങ്ങനെ പറയുന്നു, അവൻ്റെ ആത്മാവ് എന്നിൽ ആവസിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നു, നാവിന്മേൽ ഇരിക്കുന്നു. അപ്പം നാവിന്മേൽ വചനം വരണം. യേശു പറഞ്ഞു ഒരിക്കൽ, അവൻ യോഹന്നാന്റെ സുവിശേഷം 3:34 ഇങ്ങനെ പറഞ്ഞു, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ അളവ് കൂടാതെയല്ലോ കൃപകളെ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുക. യെശയ്യാപ്രവചനം 55:10-11 മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വണ്ണം വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിച്ച് അയച്ച കാര്യം സാധിപ്പിക്കുന്ന വചനം വായിൽ നിന്ന് പുറപ്പെടണം, വചനം വെളിപ്പെടണം. വചനത്തിൽ കൂടെ ദൈവം ഇടപെടുന്നു, വചനത്തിൽ കൂടെ ദൈവം സംസാരിക്കുന്നു. എസ്കേൽ 3-ാം അധ്യായം പഠിച്ചു നോക്കുക. മനുഷ്യപുത്ര, ഈ ചുരുൾ നീ തിന്നണം, നീ ഉദരം നിറയ്ക്കണം, എന്നിട്ട് നീ ഈ ഉദരം നിറയ്ക്കുന്ന വചനം വേണം അവൻ സ്വന്തം ജനത്തോട് പ്രവചിക്കാൻ. യിരെമ്യാ 25:30 യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായിട്ട് പറയുകയാണ്, നീ വചനങ്ങളെ ഒക്കെയും പ്രവചിച്ചു പറയണമെന്നാണ്. ഇന്നത്തെ കള്ളപ്രവാചകന്മാരൊക്കെ കേട്ടോണം ഈ വചനമാണ് പ്രവചനം, വചനമാണ് ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിലെ വാർത്തയിരുന്നത്, அந்த വാർത്തയെ ദേവനിടത്തിലിരുന്ന് அந்த വാർത്തയെ ദേവനായിരുന്നത്. അവൻ വെളിപ്പാട് 19:13 അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, ദൈവവചനമെന്ന് അവന് പേർ വിളിക്കുന്നു, ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ. എബ്രായർ 1:1 മുതൽ 3 വരെയുള്ള വാക്യം കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ വചനം പറയുമ്പോൾ തന്നെ ചില വിടുതലുകൾ, ആർഗമനഘടക, ചില പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ, ഏത് സർപ്പശക്തിയുടെ പൂരികളായാലും അത് ഈ വചനം തിമോഥെയോസിന് 2-ാം ലേഖനം 2:9 ദൈവവചനത്തിന് ബന്ധനമില്ലാത്ത വചനപ്രകാരം നിന്റെ ബന്ധനങ്ങൾ അഴിയാണ്. ഏറ്റെടുത്തവർക്ക് വിടുതലുണ്ട്. വചനത്തിൽ കൂടെ ചലിക്കാതെ കിടക്കുന്നത് ചലിക്കണം. നിന്റെ കൈകാലുകളാൽ കെട്ടപ്പെട്ട് കിടക്കുകയാണോ, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണോ, എന്തു തന്നെയാകട്ടെ, ബന്ധനത്തെ മുറുകെ ബന്ധനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാതെ ബന്ധനമില്ലാത്ത വചനം നീ ഉരുവിട്ട് നോക്ക്. ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയ ദൈവശക്തി, അർത്ഥമറ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ സമയം ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ സമയഭേദമനെ രാവിലെ ആകട്ടെ, ഉച്ചയ്ക്കാകട്ടെ, വൈകിട്ടാകട്ടെ, ഏത് സമയത്ത് കേട്ടാലും ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി ഈ നാളുകളിൽ ചലിപ്പിച്ചു തുടങ്ങും. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹബക്കൂക്ക് പ്രവാചകൻ 3-ാം അധ്യായത്തിൽ നിലവിളിക്കുന്നു, വിഭ്രമരാഗത്തിൽ പറയുന്നു, യഹോവേ, ഈ ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. അവസാന വാക്യത്തിലേക്ക് നിങ്ങൾ വായിച്ചു നോക്ക്. തന്ത്രിനാദത്തോടെ അവൻ പോവുക, പാട്ടുകളോടെ അവൻ പോവുക. കാരണം പാട്ട് പാടുന്നത് സന്തോഷത്തോടെ, കരച്ചിൽ തുടങ്ങി പാട്ടിൽ നിർത്തി. അങ്ങനെയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, ചലിക്കാതെ കിടക്കുന്ന വിഷയത്തിനൊരു മറുപടി തരുവാൻ ഈ വചനങ്ങൾ മതി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. മത്തായി 25:21 മുതൽ സ്തോത്രം 28 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കനാന്യ സ്ത്രീയോട് യേശുക്രിസ്തു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളൊരു, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു ഞുറുക്ക് പോതും എനക്ക്, ഒരു ഞുറുക്ക് മതി എൻ്റെ കുഞ്ഞിനെ വിടുതൽ പ്രാപിക്കാൻ, വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ വിടുതൽ പ്രാപിക്കാൻ ഒരു വചനത്തിൻ്റെ നുറുക്ക് മതി. വിടുതലായില്ലേ? മകളുടെ ഭൂതം പോയില്ലേ? വചനത്തിൻ്റെ നുറുക്ക് കൊണ്ടൊരു ഭൂതം പോയില്ലേ? വീട്ടിൽ കൊണ്ടുവന്നില്ല. വീട്ടിൽ അകത്ത് ചെന്ന് ഈ വചനത്തിൻ്റെ നുറുക്ക് ആ മകളുടെ മേൽ അങ്ങോട്ട് കയറിയിട്ട് ഭൂതം പോയി അലറി വിളിച്ചുകൊണ്ടാണ് അവിടുന്ന് വന്നത്. അങ്ങോട്ട് ചെന്ന് ഡോറ് തുറന്നപ്പോൾ സന്തോഷത്തിൻ്റെ വിടുതലാണ് കണ്ടത്, സന്തോഷമാണ് വന്നത്. അങ്ങനെ യേശുക്രിസ്തു നയനിലെ വിധവ കരയണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ മഞ്ചത്തെ തൊട്ടു. ലൂക്കോസ് 7:13 വാക്യം 11 മുതൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. 15 വരെയുള്ള 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. വചനത്തിൻ്റെ ശക്തിയാണ്, വചനത്തിൻ്റെ പവറാണ്. അത് ഞാൻ ഇരിക്കുന്നിടത്ത് എന്നിൽ കൂടെ എന്നെ ഈ ശോധന ചെയ്ത്
കേൾക്കുന്ന നിങ്ങളെ ശോധന ചെയ്യുന്ന ഈ വചനം നമ്മെ ശുദ്ധീകരിച്ച് യോഹന്നാൻ 15:3 നാം കേൾക്കുന്ന ഇപ്പോൾ കേട്ട വചന നിമിത്തം ശുദ്ധിയുള്ളവരാകുന്ന വചനപ്രകാരം ഈ വചനത്തിൻ്റെ ശക്തി, വചനമാകുന്ന ക്രിസ്തു ഈ മഞ്ചത്തേൽ തൊട്ടു, ചുമന്നവർ നിന്നു. കണ്ടോ, മഞ്ചത്തെ തൊട്ടു ചുമന്നവർ നിന്നു. അപ്പോൾ മഞ്ചത്തെ തൊട്ടു ചുമന്നവർ നിന്നു, ചലിക്കാതെ കിടന്നവൻ ചാടി എഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ രോഗത്തിൽ കിടക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂത് ചലിപ്പിക്കുന്ന ദൂത, നിന്റെ ശുശ്രൂഷയെ ചലിപ്പിക്കുന്ന ദൂത, നിന്റെ കുടുംബജീവിതത്തെ ചലിപ്പിക്കുന്ന ദൂത. ആമൻ, ഇന്നലെ വരെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണെങ്കിൽ നിന്റെ കുടുംബജീവിതത്തെ ചലിപ്പിക്കുന്ന ദൂത റിഗൽക്കമന ആമൻ സ്തോത്രം. പലരും ആമൻ പ്രശ്നങ്ങളുണ്ടാക്കി പിണങ്ങി മാറിക്കിടക്കുമ്പോൾ ഇന്നൊരു ചലനമുണ്ടാകുന്ന ഇന്ന് ഈ ദൂത്, വചനത്തിൻ്റെ ദൂത് ചലിപ്പിക്കുന്ന, ചലനമുണ്ടാക്കുന്ന ഒരു ദൂതായി മാറട്ടെ. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനമായി മാറട്ടെ, തലമുറകൾക്ക് പഠനത്തിൽ ഒരു ചലനമായി മാറട്ടെ, അവരുടെ ഭാവിയിൽ ഒരു ചലനമായി മാറട്ടെ. വിവാഹം നടക്കാതിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിവാഹത്തിന്മേൽ ഒരു ചലനം ഉണ്ടാകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. മഞ്ചത്തെ തൊട്ടു ജീവനില്ലാത്തതിൽ ക്രിസ്തു തൊട്ടപ്പോൾ, സർവശക്തൻ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു സകലത്തെയും വരുത്തിയവൻ. റോമർ 4:17 അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്തവൻ. അവൻ മഞ്ചത്തെ തൊട്ടപ്പോൾ ജീവനുള്ളവൻ, ചുമന്നവർ ജീവനുള്ളവൻ നിന്നു. അർഗമന ഘടകക്ഷസി. അത് മാത്രമല്ല, ഒരു വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു, അവരും കൂടെ നിന്നു. കാരണം മുമ്പേ പോയിട്ട് കാര്യമില്ല. കാരണം ഇവിടെ മുമ്പേ ആഗ്രഹിച്ച് പോയത് കൊണ്ടുപോയി കുഴിച്ചിടണം, കാശ് വാങ്ങണം, പോകണമെന്ന്. അവർക്കൊക്കെ ദുഃഖമായി, നയനിലെ വിധവയ്ക്ക് സന്തോഷമായി. മകൻ ചാടി എഴുന്നേറ്റു. ജീവനില്ലാത്തതിൽ തൊട്ടപ്പോൾ ജീവനില്ലാതെ കിടന്നവൻ ജീവനുള്ളവനായി ചാടി എഴുന്നേറ്റു. ജീവനുള്ളവൻ അവിടെ നിന്നു, ചുമന്നവർ നിന്നു. മനസ്സിലായോ? മഞ്ചത്തെ തൊട്ടപ്പോൾ ജീവനുള്ളവൻ, ചുമന്നവൻ നിന്നു. ചുമന്നുകൊണ്ട് നടന്നു പോയവൻ നിന്നു. നിൽക്കണമെങ്കിൽ നടക്കണമല്ലോ, നിന്നു. പക്ഷേ ജീവനില്ലാതെ കിടന്നവൻ ചാടി എഴുന്നേറ്റു, കർത്താവിന് മഹത്വം കൊടുത്തു. ചലിക്കാതെ കിടക്കുന്നതിനെ ചലിപ്പിക്കുന്ന ദൈവം. ഓടിച്ചൊരു കാര്യം കൂടെ പറയാം. സംഖ്യാപുസ്തകം 17:1-13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ആമേൻ, മോശയ്ക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ പുറവുറുപ്പ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, 12 ഗോത്രത്തെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഓരോ ബദാമിൻ്റെ കൊമ്പ് കൊണ്ടുവന്ന് സാക്ഷ്യപട്ടകത്തിൻ്റെ മുൻപാകെ നിങ്ങൾ വയ്ക്കണം, അവരവരുടെ പേരെഴുതിക്കൊള്ളണം. ആമേൻ, മോശയോട് പറഞ്ഞു, ലേവി ഗോത്രത്തിൻ്റെ ലേവി ഗോത്രത്തിലുള്ള അഹരോൻ്റെ വടിയിൽ അഹരോൻ്റെ പേരെഴുതാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് എഴുതി 12 വടിയന്മാരും കൂടെ കൊണ്ടുവച്ചു. ലേവി ഗോത്രത്തിൻ്റെ വടിയും വെച്ചു. ബാക്കിയുള്ള ശുശ്രൂഷയ്ക്കെതിരെയുള്ള പുറവുറുപ്പല്ലേ, ഇതോടുകൂടി ചിലതിൻ്റെയൊക്കെ ശുശ്രൂഷയ്ക്കെതിരെയുള്ള അറകടകക്ഷസി പുറവുറുപ്പ് ഇവിടെ നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷയ്ക്കെതിരെ പുറവുറുക്കരുത്. ആരും പുറവുറുക്കരുത്. ശുശ്രൂഷയാണോ പ്രാർത്ഥനയാണോ പുറവുറുക്കരുത്. അതിനെ എതിർ നിൽക്കരുത് ആരും. പക്ഷേ ശുശ്രൂഷയ്ക്കെതിരെയുള്ള പുറവുറുപ്പിൽ അങ്ങനെ ഇവർ കൊണ്ടിട്ടിട്ട് 2 പേർ ദൈവസന്നിധി നിലവിളിച്ച് കരഞ്ഞെന്നാണ് ജോസിഫസ് പറയുന്നത്. അവർ 2 പേരും നെടുമ്പാട് വീട് കിടന്നു, ബാക്കിയുള്ളവനൊക്കെ കിടന്നുറങ്ങി. ആമൻ, മോശയും അഹരോനും ഇരുന്ന വീടിൽ കൂടാരത്തിന് സ്വതം 2 വിളക്ക് കത്തി നിന്നെന്നാണ് ജോസിഫസിൻ്റെ ചരിത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. സ്വതം ആ വിളക്ക് രാത്രിയിലെ മുഴുരാത്രി പ്രാർത്ഥന, ഈ പ്രാർത്ഥന ഒരു ദൈവപ്രവൃത്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രാവിലെ വന്നു, പ്രാർത്ഥിച്ചവൻ ധൈര്യത്തോടെ വന്നു. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചലിക്കാത്തത് ചലിപ്പിച്ചു തുടങ്ങി. അഹരോൻ്റെ പേരെഴുതിയ വടി തളർത്തു, പൂത്തു, കായ്ച്ചു. എന്ന് പറഞ്ഞാൽ ഏജിയുടെ മണമില്ലാത്ത, മണ്ണിൻ്റെ മണമില്ലാതെ, ഏജിയുടെ മണമില്ലാതെ, IPCയുടെ മണമില്ലാതെ, ചർച്ചക്കോടിൻ്റെ മണമില്ലാതെ, ഷാരോൻ്റെ മണമില്ലാതെ, എന്ത് ചെയ്തു? മണ്ണിൻ്റെ മണമില്ലാതെ, സൂര്യപ്രകാശം തട്ടാതെ ഈ വടിക്ക് തളർത്തു, പൂത്തു, കായ്ച്ചു. ഫലം കായ്ച്ചു. അന്നോട്ട് പുറവുറുക്കാൻ പറ്റത്തില്ല. ഇന്നിവിടെ അങ്ങനെയല്ല. ഇതുപോലെ ഫലം കായ്ക്കുമ്പോഴാണ് പുറവുറുപ്പ് കൂടുന്നത്.
സ്തോത്രം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, സമയം തീർന്നു. ജീവന് ബദാംഗമെന്ന് പറഞ്ഞാൽ ഒന്ന് കമ്പ് കൊഴിച്ചു വെച്ചാൽ കിളിർക്കത്തില്ല. ഇല്ലെങ്കിൽ മറ്റവന്മാർ രാത്രി തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പണി നടത്തുമായിരുന്നു. രണ്ടാമതായിട്ടൊരു കാര്യം കൂടെ ദൈവദാസന്മാരെ ശ്രദ്ധിച്ചുമാണ്. ദൈവം പേരെഴുതാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാം. ഇല്ലെങ്കിൽ യവന്മാർ മോശയും അഹരോനോ അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുന്നതിന് മുൻപ് യവന്മാർ ആരെങ്കിലും അത് അടിച്ചു മാറ്റുമായിരുന്നു. അതുകൊണ്ട് ദൈവം നേരത്തെ സഭാപ്രസംഗി 7:29 പറയുന്നത് പോലെ ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനോ അനേക സൂത്രങ്ങളെ കണ്ട്. യവന്മാർ രാത്രിയിൽ വന്ന് ഇത് കിളിർത്തത് കണ്ടുകൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. മറ്റവന്മാരവിടെ മുഴങ്കാലം ഇരിക്കുകയില്ലേ. അപ്പോൾ പിന്നെ യവന്മാർ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട്, അതുകൊണ്ട് പേരെഴുതിയത് കൊണ്ട് അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റിയില്ല. 1. 2, അർദ്ധാമ ഒരേ സൈസുള്ള വടി ബദാംകൊമ്പ്. യവന്മാർ പുന്നക്കൊമ്പാരനെ കൊണ്ടുവന്ന് കിളിപ്പിച്ചേനായിരുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞ ബദാമിൻ്റെ കൊമ്പ് മതി. ബദാമിൻ്റെ കൊമ്പ് കൊണ്ട് നട്ടാൽ കിളിർക്കത്തില്ല. കിളിർക്കാത്തതിനെ കിളിർപ്പിക്കുന്ന ദൈവം, ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന ദൈവം, അചേതനത്തെ സചേതനമാക്കുവാൻ കഴിവുള്ള ദൈവം ഈ സമയം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ദൂത് കേൾക്കുമ്പോൾ ഓർത്തുവേണം, ദൈവത്തിൻ്റെ ചില പ്രവൃത്തികൾ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളിൽ വെളിപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഓരോരുത്തരും വെളിപ്പെടും. ഇപ്പോൾ എല്ലിൽ കൂടെ, കല്ലിൽ കൂടെ, വടിയിൽ കൂടെ, സ്തോത്ര, എലീശ കിടന്ന കട്ടിലിൽ, ഏലിയാവ് കിടന്ന കട്ടിലിൽ. അത് മാത്രമാണോ? വസ്ത്രത്തിൽ തൊട്ടിലെ ഒരു രക്തസ്രാവക്കാരി യേശു ക്രിസ്തുവിനെ മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവൻ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. വസ്ത്രത്തിന് അവന് ശക്തിയുണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പോൾ ജീവനില്ലാതെ കിടക്കുന്നതിൽ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ അവൻ ശക്തി പുറപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവനോ 5:12, 5:32 വാക്യം, 5:32 ഇങ്ങനെ പറയുന്നു, അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റിനു നോക്കിയെന്നാ, തൊട്ടതാരാന്നറിയുന്നവൻ. അപ്പോഴാ ശിഷ്യന്മാർ പറയും, ഞങ്ങളൊക്കെ തന്നെ തിക്കി ഇത്രയും പുരുഷാരം നടക്കുകയില്ലേ എന്ന്. അവനൊക്കെ തിക്കാനേ അറിയത്തുള്ളൂ. യേശുവിൻ്റെ കൂടെ നടക്കുന്നവർക്ക് തിക്കാനേ അറിയത്തുള്ളൂ, തൊടാൻ അറിയത്തില്ല. യേശു പറഞ്ഞു, ഒരുവളെന്നെ തൊട്ടു. വിശ്വാസത്തോടെ ഏത് രോഗമാണോ, ഏത് മാറാത്ത ബന്ധനമാണോ, യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ തൊട്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വസ്ത്രത്തിൻ്റെ തൊങ്ങലെന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആ ഭാഗത്ത്, മറ്റുള്ള ഭാഗം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബാക്കിയുള്ളവർ എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ വസ്ത്രത്തിൽ തൊട്ടെന്നേ ഉള്ളൂ. മർക്കോസ് എഴുതുമ്പോൾ വസ്ത്രത്തിൽ തൊട്ടു. അപ്പോൾ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ, ജീവനില്ലാത്തത്, ചലിക്കാതെ കിടക്കുന്നതിന് ഈ വർഷം പൂർത്തിയാകുന്നതിന് മുൻപേ ചലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവരുടെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഈ തിരുവചന പ്രഘോഷണം. ദൈവത്തിൻ്റെ സനാതനമായ വചനം, അനേക വചനങ്ങൾ പറഞ്ഞു. ഓരോരുത്തരായി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ വചനം എല്ലാവരെയും സഹായിക്കണം. വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നതുപോലെ കർത്താവെ, ആത്മാവിൽ നിറഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ദൈവം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടിനെ ശ്രമിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ലോകമെമ്പാടും ശുശ്രൂഷിക്കുന്ന കർത്തവൃത്യന്മാർ, കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയൻ പാർക്കുന്ന ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ ഈ ദേശത്തിന് നന്മയുണ്ടാകുവാൻ, ഭരണാധികാരികൾക്ക് നന്മയുണ്ടാകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ രാജ്യത്തിന് നന്മയുണ്ടാകട്ടെ. ഈ രാജ്യത്ത് ജോലി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ അവരുടെ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ട്, മാനിച്ചാട്ട്, സത്യത്തോടെ നീതി നടത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം നമ്മുടെ രാജ്യത്തിന് കൊടുക്കണം. ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു യുദ്ധക്കെടുതികളോ ഒന്നും വരാതെ ദൈവം കാക്കണം, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അടിയനെ ഏൽപ്പിക്കുന്നു. അടിയന് ദാനമായി തന്ന 3 കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം മുഴുമകത്തോടെ നൽകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് മുതലായിട്ട് പ്രാർത്ഥിക്കുന്നു. സംഖ്യാപുസ്തകം 6:22 മുതൽ 26 വചനപ്രകാരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എല്ലാം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.